ഒരു പ്രതീക്ഷയായിരുന്നു ഈ എവിക്ഷൻ ഒരു ഫെയറായിട്ടുള്ള ഒരു എവിക്ഷനാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് നാളെങ്കിലും പോകുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. കാരണം അവിടെ അത്യാവശ്യം നല്ലപോലെയൊക്കെ ഗെയിം കളിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അറിയില്ല, പിന്നെ അവരുടെ ഇതാണല്ലോ, ഓരോ ആൾക്കാർ വോട്ട് ചെയ്യുന്ന പോലെയാണല്ലോ. അപ്പം ആൾക്കാർ അല്ല, ബിഗ് ബോസിൽ ഇപ്പോഴും ഈ കളിക്കാതെ പിടിച്ചു നിൽക്കുന്ന ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ സാബുമോനൊക്കെ ഇപ്പോഴും ഒരു ഗെയിം എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഏത് രീതിയിലേക്ക് ആ വോട്ട് വന്നെന്ന് ചേട്ടന് തോന്നുന്നു? എനിക്കിനിയിപ്പോൾ അറിയില്ല. ഇപ്പം അവൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഷാനവാസൊക്കെ ആയിട്ട് ഉടക്കുണ്ടായിരുന്നല്ലോ. ഇപ്പം അതിൻ്റെ പേരിൽ വല്ല ഒന്നും എനിക്കറിയില്ല. അല്ല, ഇപ്പോൾ ഷാനവാസായിട്ട് ഉടക്കില്ലാത്ത ആരും ഇല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഷാനവാസ് ലാലേട്ടൻ, ഇപ്പോൾ ഇന്നലെ തന്നെ ലാലേട്ടൻ നല്ല രീതിയിൽ ഷാനവാസിനെ എടുത്തു കൊടുത്തത് എല്ലാവരും കണ്ടാണ്. പിന്നെ ഓരോ ആൾക്കാരെങ്ങനെ എടുക്കണേ നമുക്കറിയില്ലല്ലോ. അപ്പം ആൾക്കാർക്ക് ചിലപ്പോൾ താല്പര്യം കണ്ടു കാണില്ല. പക്ഷെ അവൾ അത്യാവശ്യം നല്ലപോലെ ഗെയിം കളിച്ചു. അല്ല, ബിനിയെ സംബന്ധിച്ച് ഒരു ഹെയ്റ്റും പുറത്തങ്ങനെ വന്നിട്ടില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഗെയിം കളിച്ചൊരു ആളായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം നിന്നില്ല. 70 ദിവസം എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു ദിവസമല്ല, നല്ല ദിവസം. അപ്പം ഹാപ്പിയാണ്. ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം ഞാനത് പറഞ്ഞത് അവർ മൊത്തം ഇട്ടിട്ടില്ല. അപ്പം അത് അവർ നൈസായിട്ട് അത്രയും ഭാഗം കട്ട് ചെയ്തിട്ടിട്ടു. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു ഇങ്ങനെയായോ. ഞാൻ അതിന് മുമ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ആൾക്കാർ പറയുന്നത് കറക്റ്റ് ആയിരിക്കുമല്ലോ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവർ യൂട്യൂബിൽ നിന്നുള്ള സാധനം കട്ട് ചെയ്ത് തന്നു. അത്രേ ഉള്ളൂ. അതെ, ചേട്ടന് 3 ദിവസം നിൽക്കാൻ പറ്റില്ല. എൻ്റെ പിന്നെ അപ്പം തന്നെ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നുള്ളത്. അതെങ്ങനെയുണ്ടായിരുന്നു 3 days? ഞാൻ പോയപ്പോൾ ഈ ഫാമിലി റൗണ്ട് ആയിരുന്നു. ഇവർക്ക് ഒത്തിരി ടാസ്ക് ഒന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇവര് മനസ്സിലായി നമുക്ക് അവിടെ ഭയങ്കര പാടാണുള്ളൂ. അപ്പം എല്ലാവരും ഇത്രയും നാൾ നിന്നല്ലേ, ഇനി പോകുമ്പോൾ വീണ്ടും ടാസ്ക് അവർക്ക് കൂടുമല്ലോ. ഓക്കെ, കാണാം.